ഭയങ്കര മഴയായിരുന്നു. കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ജീപ്പ് ഭയങ്കരമായിട്ട് ഹോൺ അടിച്ചുകൊണ്ട് പോയി, കാറി കൂവിപ്പോയി. അപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞിറങ്ങി നോക്കിയപ്പോൾ ഈ ഉരുൾപൊട്ടലാണെന്ന് ആരോ വിളിച്ച് പറഞ്ഞുകൊണ്ട് ഓടുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നത്. അവിടെ ചെന്നപ്പോൾ വെട്ടമില്ല, വെളിച്ചമില്ല, വീട് കാണാനില്ല, ഒരു മലക്കൂമ്പാരം മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ, എൻ്റെ വണ്ടി ഉണ്ടായിരുന്നു, ജീപ്പ് ഉണ്ടായിരുന്നു. ഞങ്ങൾ വെട്ടമൊന്നും ഇല്ലാത്തതുകൊണ്ട് ജീപ്പ് ഓണാക്കി സ്റ്റാർട്ട് ചെയ്ത് ഇട്ട് വെട്ടം എടുത്തു. പിന്നെ അങ്ങ് അപ്പോഴത്തേക്കും വെള്ളമൊക്കെ വരെ വന്ന് നിന്ന്. ഭയങ്കര വെള്ളമൊന്നുമില്ല, ഈ ചെളി കൂമ്പാരം ഇടി വീണ് വലിയ പാറ ഉരുണ്ട് വന്നാണ് 2-3 വീടുകളൊക്കെ തകർത്ത് പോയത്. അപ്പോൾ ഞാനിങ്ങനെ തപ്പിച്ചെന്നപ്പോൾ ഒരു കുട്ടിയുടെ കാല് കണ്ട് എടുത്ത് അരയ്ക്ക് താഴോട്ടുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയില്ല. അങ്ങനെ ഞങ്ങൾ രാത്രി മുഴുവൻ 2 മണി 3 മണി വരെയൊക്കെ നിന്ന് എല്ലാം തിരഞ്ഞ് കുറേ പേരെയൊക്കെ കിട്ടി. കുറേ പേര് ജീവനോടെ ഒരാളെ കിട്ടി. അന്ന് അമ്പൂരി ഹോസ്പിറ്റലിൽ നല്ല ഇതായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയം അവിടെ കൊണ്ടുപോയി. പുള്ളിക്കാരി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മരിച്ചും പോയി. പിന്നെ രാഗത്തിൻ്റെ ഇവിടെ നിന്ന് JCB ഇല്ല, ഇവിടെ നിന്ന് JCBകളൊന്നും വന്നില്ല. അങ്ങനെ രാഗത്തിൻ്റെ വലിയ പൊക്രൈനർ, വലിയ ഹിറ്റാച്ചി, അത് ഈ റോഡിൽ കൂടെ വന്ന് കൊണ്ടുവരാനുള്ള വാഹനമില്ല. റോഡിൽ കൂടെ ഓടിച്ച് 10 കിലോമീറ്റർ അപ്പുറത്ത് ഓടിച്ച് വന്നാണ് ഇയാളെ കണ്ടുപിടിച്ചത്. ഞാനും എൻ്റെ അനിയനും കൂടി ഇങ്ങനെ തൊട്ടടുത്തടുത്തിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആഹാരമൊക്കെ കഴിച്ചിട്ട് മണി 8:30 ആയുള്ളെങ്കിലും ഈ ഒരു എൻ്റെ മോൻ്റെ എൻഗേജ്മെൻറ്റ് പിറ്റേ ദിവസം അതിനായിട്ട് അനിയനും എൻ്റെ കാഞ്ഞിരപ്പള്ളി, പാല, ഇവിടുന്നൊക്കെ ആളുകൾ അവരൊക്കെ ഉണ്ടായിരുന്ന ഞങ്ങൾക്കൊക്കെ ആഹാരം ആദ്യം തന്നിട്ട് അവർ പെണ്ണുങ്ങളൊക്കെ അകത്തിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. എൻ്റെ അനിയൻ്റെ മകൻ അമ്മയ്ക്ക് പുകല വേണമെന്ന് പറയും. പുകലഞ്ഞിട്ട് പുള്ളിക്കാരി ഉപയോഗിക്കുന്നത്. അവനാണ് ലാസ്റ്റ് വന്ന് ഈ കതക് തുറന്ന് വീടിനകത്തോട്ട് കയറുന്നത്. പിന്നെ ഒന്നും എനിക്ക് ഓർമ്മയില്ല, അത് മാത്രം മനസ്സിൽ ഉണ്ട്. ഈ സംഭവം കഴിഞ്ഞ് ബോധം കെട്ട് കിടക്കുന്ന എനിക്ക് എൻ്റെ അറിയാൻ പറ്റും. മെഡിക്കൽ കോളേജിൽ നിന്ന് 3 ദിവസം കഴിഞ്ഞപ്പോൾ ബോധം വീഴപ്പോഴെല്ലാം ഇച്ചിരി ഉരുള് പൊട്ടി. തോമസ് ചേട്ടാ എന്നും പറഞ്ഞ് ഇവിടെയുള്ള 2-3 സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്ത് വന്നിരിക്കും, എനിക്ക് കാപ്പി ഏതാണ്ട് കൊണ്ടു തന്നിട്ട് എന്നോട് പറഞ്ഞ്, തോമസ് ചേട്ടാ കാര്യങ്ങളൊക്കെ മനസ്സിലായോ തോമസ് ചേട്ടൻ? എന്നെ മനസ്സിലാകാനന്ന് ഞാനും ചോദിച്ചു. ഞാനിങ്ങനെ കണ്ണു തുറക്കുകയും കാലൊന്നും അനക്കാൻ പറ്റിയല്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു വലിയ ബക്കറ്റ് വെച്ചിട്ട് ബ്ലഡ് ഇത് ഒഴുക്കി എടുത്തോണ്ടിരിക്കുക. കുഴപ്പമില്ല, എന്തൊക്കെ സംഭവിച്ചതായിട്ട് മനസ്സിൽ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. അന്നേരം പിന്നെ അവർ പറഞ്ഞ്, തോമസ് ചേട്ടൻ ഇനി അവിടെ ആരുമില്ല, വീടുമില്ല, എല്ലാവരും പോയി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ ഈ കേരളത്തിൽ അന്ന് നടന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമാണ്. ഞങ്ങളാരും പ്രതീക്ഷിച്ചില്ലല്ലോ. നമ്മൾ ഈ ഉരുൾപൊട്ടുന്ന പണ്ടത്തെ കാലത്ത് ഉരുൾപൊട്ടുന്ന ചെറിയ തോതിലുള്ളതൊക്കെയല്ലേ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുള്ളൂ. അപ്പം പിന്നെ ഇതിപ്പോൾ നിരന്തരമായിട്ട് ഇപ്പോൾ ഇങ്ങനെ ഉരുൾപൊട്ടുന്ന ഒരു സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്ന ഒരു ഭയം തന്നെയാണ്. ഭയങ്കരമായിട്ട് പേടിച്ചു. ഇതെന്താ സംഭവം എന്ന് ഞാൻ ആ ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ കാണുന്നത്. കേട്ടിട്ടുണ്ട്, പത്രത്തിൽ വായിച്ചിട്ടുണ്ട്, ചെറിയ ഉരുൾപൊട്ടലൊക്കെ വായിച്ചിട്ടുണ്ടെന്നുള്ളത് അറിയാവും. അങ്ങനെ പിന്നെ ഞങ്ങൾ ഈ ഹിറ്റാച്ചി വന്ന പിന്നെ ഈ വീടിൻ്റെ കോൺക്രീറ്റ് പാളിയൊക്കെ ഇളകാൻ പറ്റി. അങ്ങനെ ഇളക്കിയപ്പോഴാണ് പുള്ളിക്കാരൻ തോമസ് മാത്രം ഒരു കോൺക്രീറ്റ് പാളിയുടെ അടിയിൽ കസേരയിൽ ഇരിപ്പുണ്ട്. എല്ലാവരും മരിച്ചു. അതിൽ രക്ഷപ്പെട്ട പുള്ളിക്കാരൻ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. ഇപ്പോൾ ഉരുൾ പൊട്ടിയൊന്നും അറിയാൻ പറ്റില്ല. പുള്ളി അവിടെ തന്നെ വീട് വെച്ചു. പിന്നെ അവിടെ റബ്ബർ ടാപ്പിങ് തുടങ്ങി. അങ്ങനെ വേറെ ഒന്നും അറിയാനില്ല. ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ മുന്നറിയിച്ച് അറിഞ്ഞും കൊണ്ട് എന്തെങ്കിലും സംവിധാനങ്ങൾ ചെയ്യണം.